ഒരു ഞായറാഴ്ച സർവീസ് കഴിഞ്ഞിട്ട് എവിടെ ഫുഡ് കഴിക്കാൻ പോകണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാനും മനയും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് കേരള ഫുഡ് ട്രൈ ചെയ്യാന്നുള്ളത്. പക്ഷേ സ്ലവിൻ്റെ അടുത്തൊന്നും മര്യാദയ്ക്ക് ഒരു കേരള റെസ്റ്റോറൻ്റ് ഇല്ല. ഇനിയുള്ളത് ഏകദേശം ഒരു 1.5 മണിക്കൂർ അകലെയാണ് ക്രോയിഡൻ ആ ഏരിയക്കകത്ത്. പിന്നെ നമ്മൾ വിചാരിച്ചു ലൂട്ടനെ പോവാം. ലൂട്ടൻ മുമ്പ് പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. എന്നപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ലൂട്ടനിലേക്കാണ് വിട്ടത്. ഏത് റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്നൊരു റെസ്റ്റോറൻ്റാണ് തീൻമേശ. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റ്സിനും ഒരു യുണീക്ക് പ്രൊപ്പോസിഷൻ കാണും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നാടിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇവിടെ ടി വിയിൽ കുറേ വള്ളംകളിയും അങ്ങനത്തെ കുറേ പരസ്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ബാലരമ, ബാലമംഗളം, അത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ജെംസും ബൂസ്റ്റും ഹോർലിക്സിൻ്റെ കുറേ പൗച്ചുകളൊക്കെ ആയിട്ട് ഇറ്റ് വാസ് നൈസ്. നല്ല ക്ലീനും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ചെന്നപ്പോൾ തന്ന ഒരു ഡ്രിങ്കാണ് ഒരു ഗ്രേപ്പ് ജ്യൂസ് പോലത്തെ നല്ല രസമുള്ള ഹൈ ഷുഗറൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു. ഒരു ഫ്രഷ്നെസ് ഒക്കെ തോന്നി. നമ്മളിങ്ങനെ ചൂടുന്ന ചെറുതായിട്ടൊന്ന് കയറി വന്ന് തണുപ്പുള്ള ഒരു മുന്തിരി ജ്യൂസ് കുടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മീൽസാണ്. അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. നല്ലൊരു മീൽസായിരുന്നു. ഒരു 3-4 കൂട്ടം കറികളും വറുത്ത് മീനൊക്കെയുള്ള ഒരു മീൽസ്. എക്സ്ട്രാ ആയിട്ട് ചിക്കൻ റോസ്റ്റോ മറ്റുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഫിഷ് കറി മീൽസ് ആയതുകൊണ്ട് ഒരു ഫിഷ് കറിയും കൂടെ കിട്ടി. ഇറ്റ്സ് എ ഡീസൻറ്റ് വൺ എന്ന് പറയാം, മോശമല്ല. പിള്ളേർക്ക് ആസ് യൂഷ്വൽ അപ്പവും പൊറോട്ടയും. അയക്ക് പിന്നെ പൊറോട്ടയുടെ ആളാണല്ലോ. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രം. ഞങ്ങളൊന്ന് കഴിച്ച് കുറച്ച് തുടങ്ങിയ വഴിക്ക് പിന്നെ ആൾക്കാരുടെ ബഹളമായി. ആ റെസ്റ്റോറൻറ്റ് മൊത്തം ഫുള്ളായി. സ്വാമിക്ക് ക്യാപ്പ് വേണ്ടേ? എന്നത്താ അമ്മ പിടിക്കാം. എന്നാ പിടിച്ചോ. സ്വാമി എന്താ ഹോഴ്സിനെ കാണാൻ പോവാണോ? ഹോഴ്സി എങ്ങനെയാ പോവാ? അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ലൂട്ടനിലേക്ക് വന്നതാണ്. ലൂട്ടനിലേക്ക് വന്നത് ഫുഡ് കഴിക്കാനാണ് ഞങ്ങളുടെ മെയിൻ പർപ്പസ്. അങ്ങനെ ഞങ്ങൾ ഫിഷ് കറി മീൽസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ അടുത്ത് സ്റ്റോക്ക്വുഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം. പ്ലെയിൻ നോക്കിയേ, ലൂട്ടൺ എയർപോർട്ട് തൊട്ടടുത്താന്ന് തോന്നുന്നു. പ്ലെയിനൊക്കെ തൊട്ട് തലയുടെ മുകളിൽ കൂടെയാണ് പറന്ന് പോയിക്കൊണ്ടിരിക്കണേ. നല്ല സൗണ്ടുണ്ട്. പറഞ്ഞു വന്നത് ഈ സ്റ്റോക്ക്വുഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ കുട്ടികൾ മറ്റേ റൈഡിങ്ങിൻ്റെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഹോഴ്സ് റൈഡിങ്ങിന് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഇവർക്ക് ഹോഴ്സ് റൈഡിങ് കാണാമെന്നുണ്ട്. ആ സൈഡിലേക്കാണ് പോണേ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് വലിയ ധാരണയായിട്ടില്ല. എന്തായാലും ചുമ്മാ ഒരു സൺഡേ ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നു. ഫ്ലവേഴ്സിൻ്റെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. എല്ലാ നോക്കടി, ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സ്ഥലം കണ്ട? അവിടെ എന്തിട്ടാ നോക്കിയേ, ഫ്ലോർ നോക്കിയേ. അത് നമുക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റുമോ? You should have told us. No, come. Ella, you want to see horse riding? Come. സാമിക്ക് കാണണോ ഹോഴ്സ് റൈഡിങ്? ഹോഴ്സിനെ കാണണോ? വാ സാംസി. പെർമിഷൻ ചോദിക്കണം കേട്ടോ അനു എടുക്കണമെങ്കിൽ. സാമി എങ്ങനെയാ ഹോഴ്സിൽ പോണത്? ബൈ ഹോഴ്സ് കേട്ടോ. ജസ്റ്റ് സ്റ്റാൻഡ് ആൻഡ് വാച്ച്, നോ സൗണ്ട്. ഓക്കെ, അവരോട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഹോഴ്സിനെ വിളിക്കാൻ പാടില്ല, നമ്മൾ അവരോടൊന്നും ടോക്ക് ചെയ്യാൻ പാടില്ല. എങ്ങോട്ട് പോണേ? ഹലോ ഹോഴ്സിയുടെ കൂടെ പോവാണോ? ഇങ്ങോട്ട് വാ. എങ്ങോട്ട് പോണേ? സമയം ഹോഴ്സി. ഹലോ ഡാ കോന്തപ്പൻ, ഇങ്ങോട്ട് വാ. ടക്കു ഹോഴ്സി, ടക്കു. ഞങ്ങൾ നല്ല സണ്ണി ഡേ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് വെയിൽ പ്രതീക്ഷിച്ചിറങ്ങിയതാ. പക്ഷെ ഇപ്പോൾ തണുത്ത് വിറയ്ക്കുകയാണ്, ആർക്കും ജാക്കറ്റില്ല. വാ സമയം ഐസ്ക്രീം ട്രക്ക് ഉണ്ട്. ഐസ്ക്രീം ട്രക്ക് എവിടെ? ഐസ്ക്രീം ട്രക്ക്. നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോവാം. പിടിക്കടാ. ടോപ്പ്
വുഡ് ഡിസ്കവറി സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. ഐക്കിക്ക് അത് കാണാനാണ് അവൻ നിന്നിരുന്നത്. അവന് ഹോഴ്സ് ഒന്നും വേണ്ടായിരുന്നു. അവൻ വാ ഡിസ്കവറി സെൻറ്ററിൽ പോകുന്നതാണ്. എന്താ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയില്ല, അവനറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കാണാൻ പോവാണ് ഞങ്ങൾ. സ്റ്റോക്ക്വുഡ് ഡിസ്കവറി സെൻറ്റർ. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? ഐ ഹാവ് നോ ഐഡിയ. പിന്നെ എന്തിനാ പോകണം നീ? അതിൻ്റെ ഉള്ളിൽ കയറണ്ടേ? ഈ ഡിസ്കവറി സെൻറ്റർ എന്ന് പറയുന്നത് കുറേ മ്യൂസിയംസും ഗാർഡൻ, ഹോർട്ടിക്കൾച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചെറിയ പാർക്കൊക്കെ ഉണ്ട് പിള്ളേർ കളിക്കാനൊക്കെ ആയിട്ട്. മനോഹരമായൊരു സ്ഥലമാണ്. ലൂട്ടൻ്റെ സെൻറ്റർ, സിറ്റി സെൻറ്ററിനടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ഗോ. ഇതാണ് അംബാസഡർ ലൈറ്റ്സ് ബോക്സോ. ഈ ഒരു സെക്ഷൻ ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിൻ്റെ സെക്ഷനാണ്. കയറി ചെല്ലുമ്പോൾ 2 കാറൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പണ്ടത്തെ കുതിരവണ്ടികളുടെ ഒരു കളക്ഷനാണ്. ഈ കാറുകളൊക്കെ വരും എന്നതിന് മുമ്പ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാതിരുന്ന ആളുകളുടെ സമയത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ്. ഈ കുതിര വെച്ചുകൊണ്ട് ഓടിക്കാവുന്ന പലതരം വണ്ടികൾ അവിടെയുണ്ട്. നമ്മുടെ നോർമൽ ട്രാവലിന് പറ്റിയ വണ്ടികളും ശവവണ്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് വെറൈറ്റി കാര്യങ്ങൾ. ഒരു ക്യാരവൺ പോലത്തെ ഹോഴ്സിൻ്റെ വെട്ടിവലിക്കുന്ന വണ്ടികൾ വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരിക്കും കാറിൻ്റെയൊക്കെ ഒരു ഇൻവെൻഷൻ വന്ന് മൊത്തത്തോടെ ഇതൊക്കെ അപ്രത്യക്ഷമായത്. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു. കാണിച്ചു തരട്ടെ? സാമിയെ കൺട്രോൾ ചെയ്യാൻ ചെറുതായിട്ട് പാടുപെട്ടു. അവൻ എല്ലായിടത്തും കയറണം, എല്ലാ കുതിരയുടെ അടുത്ത് പോയി നിൽക്കണം, എല്ലാ കുതിരവണ്ടിയിലും കയറണം. അങ്ങനെ അവൻ മൊത്തത്തോടെ ഒരു ഓട്ടം ബഹളമൊക്കെ ആയിരുന്നു. മ്യൂസിയംസൊക്കെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഞാനും അനിയും. പക്ഷേ ഫോർ സം റീസൺ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു മ്യൂസിയമായിരുന്നു. അവൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി. സ്പൈസ് ജെറ്റ് അല്ല, വേറെ എന്തോ ജെറ്റായിരുന്നു അത്. എന്തിനൊക്കെ അറിയണേ സാമി? എന്തിനൊക്കെ അറിയണല്ലോ എപ്പോഴും? ക്രൈ ബേബി. ഫോർ സം റീസൺ സാമിക്കും അടുത്തു. അവൻ കരച്ചിലൊക്കെ തുടങ്ങി. ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അവൻ കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല. അവന് വേറെ എവിടേക്കൊക്കെയോ പോകണം. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ടൊക്കെ പോയി തന്നെ വരുന്നൊക്കെ വിചാരിച്ച് ഒളിച്ചു നിന്നു. ഒന്നും രക്ഷയില്ല. അവൻ അവിടെ നിന്ന് അനങ്ങിയില്ല. You can't catch me. പ്ലെയിൻ്റെ സൗണ്ട് കേട്ടോ സാമി? ഓ മൈ ഗോഡ്, ബിഗ് പ്ലെയിൻ്റെ സൗണ്ട്. വാ 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 വാ. ഒരു ബിഗ് ഫ്ലവർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏത് ഫ്ലവർ വേണ്ടേ? റെഡ് ആണോ സാമിക്ക് വേണ്ടേ? ബ്ലൂ ആണോ വേണ്ടേ? വാ നമുക്ക് നോക്കാം. പിന്നെ പോയത് ഡിസ്കവറി സെൻറ്റർ ഗാർഡൻ ഏരിയയിലേക്കാണ്. പക്ഷെ ഞങ്ങൾ എത്തിയ സമയത്ത് ഏകദേശം ഒരു 4 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏകദേശം 4:30-5 മണിക്ക് മറ്റോ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വലുതായിട്ട് കാണാൻ പറ്റില്ല എന്നറിയായിരുന്നു. കുറേ ഗാർഡൻസൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റേ കൺസർവേറ്ററി പോലത്തെ സ്ഥലങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്തിരിക്കുന്നു. പക്ഷേ പുറത്തുള്ള ചെറുതായിട്ടുള്ള ഗാർഡൻസൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുള്ള സ്ഥലമാണ്. ലൂട്ടിന് വരുവാണെങ്കിൽ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സാമീനെ അടുത്ത് വെയിലത്ത് നടക്കുക എന്ന് പറഞ്ഞ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. നല്ല രസമായിട്ട് അവൻ ഓടി നടക്കും എന്ന് വിചാരിച്ച സ്ഥലമാണ്. പക്ഷെ നടന്നില്ല. അപ്പം അനി എടുത്തുകൊണ്ട് നടക്കുകയാണ്. കഥയൊക്കെ പറഞ്ഞ് ഒരുവിധം അനുനയിപ്പിച്ചു കൊണ്ടിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഗാർഡനിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബോട്ടാണിക് ഗാർഡൻസ് കാണാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ കാണും. പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പിടിവലിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ചായവ് അങ്ങോട്ടായിരിക്കും. പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്യും.
പക്ഷേ പൂക്കളും ചെടികളും എവിടെ കണ്ടാലും ഞാൻ ചാടി വീഴും. അതെനിക്കൊരു വീക്ക്നെസ്സാണ്. ചില നേരത്ത് ഒരാളുടെ മുഖത്ത് കുറേ നേരം നോക്കിയിരുന്ന അയാൾക്ക് ഭ്രാന്തള പോലെ തോന്നില്ലേ? അതുപോലെയാണ് ഈ പൂക്കളുടെ കാര്യം. ഒരു പൂവ് എടുത്തിട്ട് കുറച്ച് നേരം അതിലേക്ക് നോക്കിയേ, അല്ല അതിന് ഭ്രാന്ത് വരും എന്നല്ല, പക്ഷെ ആ ഒരു പൂവിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഡിസൈനും നമ്മൾ തന്നെ വണ്ടടിച്ചു പോകും. ഐക്കിയും സാമയും ഞങ്ങളുടെ ഒപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നന്നായിട്ട് ഓടി നടന്ന് ഓരോ ഭാഗത്തൊക്കെ പോയി. ചില സമയത്ത് അവളെ കാണണ്ടോ, പനി വിളിച്ചു പറയും പോയി നോക്കിക്കോ ആളെ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് വരണം. രണ്ട് വടി അവർ 2 പോസ്റ്റുമേ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എക്സസൈസ് ചെയ്യാനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് അതുകൊണ്ട് എന്തു ആവാമല്ലോ. അവർ പുതിയൊരു ഗെയിം കണ്ടുപിടിച്ച് പിന്നെ അവിടെ കളിയായി. ഇങ്ങനെ പിള്ളേരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അവിടെ പോട്ടേടാ കുമ്പിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർക്കിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അവിടെ കോമൺ മൈക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 1/2 hour ക്ലോസ് ചെയ്യും, അതുകൊണ്ട് എല്ലാവരും കെട്ടിപ്പിടിക്കോ എന്നും പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ്. ആ വെള്ള പൂക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് സ്ലോ മോഷനിൽ തിരിയണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിർബന്ധിച്ചിടിപ്പിച്ച വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു പാർക്കിൻ്റെ ഏരിയ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി. ഒന്ന് മേക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ. Let your feet go, keep a tick-tock, your tail goes swish as the wheels. എടാ എടുത്ത് വെക്കടാ അത് മെക്കി. താഴെ എത്തൂലോ. എന്താ പോണു സവാള അവിടെ. അവിടെ എത്തി. കണ്ട ഒരു 15 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് അപ്പുറത്തൊരു കഫേ. ഈവനിങ് ആയി, ഒരു കാപ്പി കുടിക്കാനുള്ള സമയത്തുകൊണ്ട് ഞാൻ പോയിട്ടൊരു കാപ്പിയൊക്കെ മേടിച്ച് ഒരു 10 മിനിറ്റ് കഫേക്കകത്ത് ഇരുന്നിട്ട് പിന്നെ തിരിച്ച് ഇവർ കളിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഭക്ഷണം കഴിഞ്ഞപ്പോൾ കയറി എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ നല്ല സ്ഥലം കേട്ടോ. കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് കാണാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. പക്ഷെ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടെ 5 മണിക്ക് അടയ്ക്കും. ഞങ്ങൾ വന്ന് കയറുന്നത് തന്നെ 4 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് സമയം അങ്ങോട്ട്, കാരണം ഇവിടെ കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് പറയാണ്ട് കേട്ടോ 5 മണിക്ക് അടയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടെ കാണാനുണ്ടായിരുന്നു, പ്ലസ് കളിക്കാനും പിള്ളേർക്ക് കളിക്കുന്നത്. ഇപ്പോൾ ഇനി കളി നിർത്തുമെന്ന് പറയുമ്പോൾ തുടങ്ങും ഇവിടെ എന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നല്ലൊരു സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും ഒരു അടിപൊളി സൺഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.